അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്രഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് വളരെ അതിമനോഹരമായ സുന്ദരമായ ഒരു പള്ളിയിലേക്കാണ്. പള്ളി ഖബർസ്ഥാനും പള്ളി പരിസരമൊക്കെ വളരെ മനോഹരമാക്കി ചെടികളെ കൊണ്ടും ഒക്കെ വളരെ ഭംഗിയാക്കി പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ വലിയ സന്തോഷം. വിശാലമായ കോമ്പൗണ്ടും അതിമനോഹരമായ ചെടികളും. അൽഹംദുലില്ലാഹ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ തൃപ്പിലഴികം ജുമാ മസ്ജിദിലാണുള്ളത്. കുണ്ടറ അടുത്താണ് തൃപ്പിലഴികം ജുമാ മസ്ജിദ്, മുസ്ലിം ജമാഅത്ത്. ആ ജുമാ മസ്ജിദാണ് നമ്മൾ ഈ കാണുന്നത്. മാഷാ അല്ലാഹ്, നല്ല ഭംഗിയിൽ വളരെ നീറ്റോടുകൂടെ സംരക്ഷിച്ചു പോരുന്ന ഒരു പള്ളി. മാഷാ അല്ലാഹ്, അല്ലാഹു ഇതിൻ്റെ സേവകർക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഭവനം അതിമനോഹരമായിട്ടാണ് സംരക്ഷിച്ചു പോരുന്നത്. മാഷാ അല്ലാഹ്. അതേപോലെ ഇവിടെ കണ്ടില്ലേ, ഞങ്ങൾ അടയാളപ്പെടുത്തിക്കുന്ന ഒരു ഈ നിലത്ത് വിരിച്ച ഈ കല്ല് പ്രത്യേകം കറുപ്പ് കളറിൽ അടയാളപ്പെടുത്തിക്കേണ്ടത്. ഇത് ഓരോരുത്തരുടെ ഖബറുകളാണ് കേട്ടോ. പള്ളി വിശാലമാക്കിയപ്പോഴേ ഖബറുകൾ ഇവിടെ ആയിപ്പോയതാണ്. കണ്ടില്ല, അത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അത് നല്ല കാര്യമാണ്. കാരണം ചിലപ്പോൾ ചില ആളുകൾ പലരും പള്ളിയൊക്കെ വിപുലീകരിക്കുമ്പോൾ ഖബറുകൾ മുകളിലൂടെ തന്നെ ഇവിടെ ഖബറുണ്ടോ എന്ന് വരെ അറിയാത്ത രൂപത്തിൽ വിശാലമാക്കുന്നുണ്ട്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഏതായാലും ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തത് അല്ലേ, പ്രത്യേകം ഖബറുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഈ തൃപ്പിലഴികം ജുമാ മസ്ജിദിൻ്റെ തൊട്ട് ചാരെ ഒരു വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ മഹാൻ്റെ മക്കാം സിയാറത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. വലിയുല്ലാഹി ഫക്കീർ സാഹിബ് റഹ്മത്തുല്ലാഹി അലൈഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കേട്ടോ. വലിയുല്ലാഹി ഫക്കീർ സാഹിബ് റഹ്മത്തുല്ലാഹി അലൈഹി മക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മക്കാമിലേക്ക് കയറാം. മാഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനവറുകളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഇവിടുത്തെ ഉസ്താദുമായിട്ട് സംസാരിച്ചിരുന്നു. ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഏകദേശം 250-300 വർഷങ്ങളോളം മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. മഹാനവറുകൾ ഫക്കീർ ഉപ്പാപ്പ എന്നാണല്ലോ പേര് പറയപ്പെടുന്നത്. ഫക്കീറായ രൂപത്തിൽ കണ്ടാൽ ഒരു ഫക്കീറിൻ്റെ രൂപത്തിലായിരുന്നു മഹാനവറുകളുടെ നടത്തവും വേഷവുമൊക്കെ. അങ്ങനെയാണ് ഫക്കീർ ഉപ്പാപ്പ എന്ന പേരിൽ മഹാനവറുകൾ പ്രസിദ്ധനാകുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് മഹാനവറുകൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടുത്തെ പേര് കൃത്യമായിട്ട് അറിയില്ല. വേഷം ഒരു പാവപ്പെട്ട ഒരു ഫക്കീറിൻ്റെ ആ രൂപത്തിലുള്ളൊരു വേഷമായതുകൊണ്ട് ഫക്കീർ ഉപ്പാപ്പ എന്ന പേര് ആളുകൾ വിളിക്കാണ്. അങ്ങനെ മഹാനവറുകൾ ഇവിടെ എത്തിപ്പെടുകയും അന്ന് ഈ പരിസരത്ത് ഏകദേശം ഈ തൃപ്പിലഴികം ഈ പരിസരത്ത് ഏകദേശം 5-10 മുസ്ലിം വീടുകൾ മാത്രമാണുള്ളത്. ഇതിന്റെ പരിസര പ്രദേശത്തൊക്കെ ആണെങ്കിലും പള്ളികളോ മുസ്ലിമീങ്ങളോ താമസം ഇല്ലായിരുന്നു. അന്ന് പള്ളി ഉണ്ടായിരുന്നത് ജോനകപ്പുറം പള്ളി, അവിടെയാണ് ഇവിടുത്തെ പള്ളി. ഈ പരിസരത്ത് ഈ പ്രദേശത്ത് പള്ളി ഉണ്ടായിരുന്നത്. ഇവിടെ ഒന്നും പള്ളിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ അടുത്ത പ്രദേശമായ കേരളപുരം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് മഹാനവറുകൾ വഫാത്താവുകയും, അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ, എവിടെ മറവാടണം. കാരണം അന്ന് പള്ളിയും മറ്റു കാര്യങ്ങളൊന്നുമില്ല. നാട്ടുകാർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ വിവരവുമില്ലാത്തൊരു സമയത്താണ് മഹാനവറുകൾ ഇവിടെ വന്നുകൊണ്ട് ഈ കേരളപുരം, അതായത് ഈ തൃപ്പിലഴികം അടുത്തുള്ള പ്രദേശമാണ് കേരളപുരം, അവിടെ വെച്ചുകൊണ്ട് മഹാനവറുകൾ വഫാത്താകുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ തൃപ്പിലഴികം നാട്ടുകാർ ഒരു സ്വപ്നം കാണാണ്. അദ്ദേഹത്തിൻ്റെ ഈ രൂപം കാണിച്ചുകൊണ്ട്
ഞാനിവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം എന്ന് ഒരു സ്വപ്നം തൃപ്പിലഴിക നാട്ടുകാർ കാണാണ്. അങ്ങനെയാണ് മഹാനവറുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് മറവ് ചെയ്യുന്നത്. അങ്ങനെ മഹാനവറുകളെ മറവ് ചെയ്തതിന് ശേഷം അവിടെ ഒരു കാഞ്ഞിരക്കൊമ്പ് കുത്തിവെച്ചു. സാധാരണ കാഞ്ഞിരക്കൊമ്പ് കുത്തിവെച്ചാൽ അത് കിളിക്കാറില്ല എന്നാണ് പറയപ്പെടാറുള്ളത്. എന്നാൽ അവിടെ വെച്ച ആ കാഞ്ഞിരക്കൊമ്പ് കിളിർത്ത് അത് വലുതായി, അത് വലിയ വൃക്ഷമായി മാറിയെന്ന് അറിയാൻ സാധിച്ചു. എന്ന് മാത്രമല്ല, അതുവഴി പല ഗുണങ്ങളും പലർക്കും ഈ മഹാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശം, ഈ പള്ളിയും പരിസരമൊക്കെ നമുക്ക് കാണുമ്പോൾ വലിയ ഭംഗിയും നല്ല ഉഷാറായിട്ട് ഇവിടെ പരിപാലിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മഹാനവറുകൾ തന്നെയാണ്. അവിടുന്ന് ആളുകൾക്ക് ലഭിക്കുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പലതും നൽകിയിട്ടാണ് ഇന്ന് ഈ പള്ളിയും ഈ മക്കാമൊക്കെ ഇതുപോലെ ആയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായിരുന്നാലും മഹാനവറുകൾ അവിടെ മറവാടി ഒരു കാഞ്ഞിരക്കൊമ്പ് കുത്തിവെക്കുന്നു. അങ്ങനെ ഒരിക്കല് ഈ പ്രദേശത്തുകാരായ ആളുകൾ സഞ്ചരിക്കുന്ന വള്ളം അത് മറിയുകയും, അങ്ങനെ അവരന്ന് ആ സമയത്ത് ദുആ ചെയ്തു അത്രേ, ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ ഒരു പള്ളി ഞങ്ങൾ നിർമ്മിക്കാമെന്ന് ആ വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ ഈ മഹാനെ തപസ്സുലാക്കിയിട്ട് പ്രത്യേകം ദുആ ചെയ്തപ്പോൾ അവരതിൽ നിന്ന് രക്ഷപ്പെടുകയും, അങ്ങനെ അവര് ഇവിടെ ഒരു ഓലപ്പള്ളി, അന്ന് അവർ ആദ്യമായിട്ട് ഒരു ഓല കൊണ്ട് ഒരു പള്ളി അവരിവിടെ നിർമ്മിക്കുകയുണ്ടായി. പിന്നീട് ഘട്ടം ഘട്ടങ്ങളായിട്ട് ആ പള്ളി അത് പിന്നെ ഓടുപള്ളിയായിട്ട് മാറി. അങ്ങനെ വിപുലമായിട്ട് മഹാനവറുകളിൽ നിന്ന് ലഭിക്കുന്ന അനുഭവത്തിൻ്റെയും ഫലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകൾ പലതും നൽകി, നേർച്ചകൾ നൽകി. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇന്ന് ഇവിടെ മക്കാമും പള്ളിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ കറാമത്ത് ധാരാളം ആളുകൾക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് വസൂരിയൊക്കെ പടർന്നു പിടിച്ച ഒരു കാലഘട്ടത്തിൽ അന്ന് ഇവിടെയൊക്കെ കാടായിരുന്നു, ഒരു കാട് പ്രദേശം, ഒരാൾ പൊക്കത്തിലൊക്കെ വലിയ കാടും ജനവാസം കുറഞ്ഞൊരു ഏരിയക്കായിരുന്നു. അന്ന് വസൂരി പിടിച്ച് പല ആളുകളും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലൊക്കെ പോകാനൊക്കെ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ അന്ന് ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചമായിട്ട് മഹാനവറുകൾ ഇവിടെ നിലകൊണ്ടിരുന്നു എന്ന ഒരു കേൾവി, എന്നൊരു സംഭവം ഇവിടുന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഹൈന്ദവരായ ആളുകളൊക്കെ അത് പറഞ്ഞു കേൾക്കാറുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അല്ലാതെ അവർ ഇരുട്ടിലൂടെ അങ്ങനെ നടന്നു പോകും, മുമ്പിൽ ഒരു റാന്തൽ വെളിച്ചവുമായിട്ട് ഒരാൾ മുമ്പിൽ ഇങ്ങനെ കടന്നു പോകുന്ന, അങ്ങനെ മുമ്പിൽ അവരവരുടെ വീടിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഈ വെളിച്ചം പിന്നീട് അത് മാഞ്ഞു പോകും, പിന്നീട് കാണൂല. അങ്ങനെ ആരോ ഇവരെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ ആരോ ഇവരെ സഹായിക്കുകയും, ഈ ഇരുട്ടിൽ ആരോ ഇവരെ സഹായിക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ അവർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പലരും കണ്ടതായിട്ടും പറയപ്പെടുന്നുണ്ട് മഹാനവറുകളെ ഒരു കുതിരയുടെ പുറത്ത് പച്ച വസ്ത്രം ധരിച്ച് ഒരു വേഷത്തിൽ മഹാനവറുകളെ പലരും ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ വഫാത്തിന് ശേഷം പല ആളുകളും കണ്ടതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കറാമത്തുകൾക്കൊക്കെ അനുഭവസ്ഥരായ ആളുകളിൽ നിന്ന് പറഞ്ഞ് കേട്ട സംഭവങ്ങളാണ്. അങ്ങനെ പല ആളുകൾക്കും ഇവിടെ വന്നുകൊണ്ട് ദുആ ചെയ്ത് മഹാനവറുകളെ തവസ്സുലാക്കി ഇവിടെ സിയാറത്ത് ചെയ്തതിൻ്റെ ഫലമായിട്ട് പല ജാതി രോഗങ്ങളും പല വിപത്തുകളും മുസീബത്തുകളൊക്കെ മാറിയ അനുഭവങ്ങളൊക്കെ പല ആളുകൾക്കുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ നേർച്ച നടക്കാറുണ്ട്, ആണ്ട് പരിപാടികളൊക്കെ വളരെ വിപുലമായിട്ട് നടക്കാറുണ്ട്. കുംഭം 10-നാണ് ഇവിടുത്തെ ആണ്ട് പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഹൈന്ദവരായ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് സിയാറത്തിനൊക്കെ വന്നിരുന്നു. എല്ലാ ആളുകൾക്കും ഒരുപോലെ വിശ്വാസമുള്ള അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വലിയ ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫലം ലഭിച്ച ഒരു മക്കാമ് കൂടിയാണ് മഹാനായ ഫക്കീറുപ്പാപ്പയുടെ തൃപ്പിലഴികം ഫക്കീറുപ്പാപ്പ വലിയുല്ലാഹിയുടെ ഈ മക്ബറ. ധാരാളം സംഭവങ്ങൾ, അനുഭവസ്ഥര്, അതുപോലെ തന്നെ രോഗങ്ങൾ മാറിയ സംഭവങ്ങൾ, അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ മഹാനെക്കുറിച്ച് നമുക്കിവിടെ വന്ന് അന്വേഷിച്ചാൽ നാട്ടുകാർക്ക് പറയാനുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടുത്തെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.